ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. CPIഎമ്മിലെ കരുത്തരായ നേതാക്കളിൽ മുൻനിരയിലായിരുന്നുവെങ്കിലും എക്കാലവും വിവാദങ്ങളുടെ തോഴനായിരുന്നു ഇ പി ജയരാജൻ. ഇപിയുടെ വിവാദ നടപടികളും പ്രസ്താവനകളും പലതവണയാണ് CPIഎമ്മിനെ പ്രതിസന്ധിയിലാക്കിയത്. കൊണ്ടും കൊടുത്തുമുള്ള കണ്ണൂർ ശൈലിക്കിടെയും വൈരുദ്ധ്യങ്ങളും വിവാദങ്ങളും എക്കാലത്തും ഇ പി ജയരാജന്റെ രാഷ്ട്രീയ ജീവിതത്തെ പിന്തുടർന്നു. കട്ടൻ ചായയും പരിപ്പുവടയും കഴിച്ചുള്ള പ്രവർത്തനത്തിന്റെ കാലം കഴിഞ്ഞെന്ന ഇ പിയുടെ പ്രസ്താവന തെല്ലൊന്നുമല്ല വിവാദ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടത്. ഇ പി ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ ബോണ്ട് വാങ്ങിയത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. വിവാദം കൈവിട്ടതോടെ പണം മടക്കി നൽകിയാണ് പാർട്ടി തലയൂരിയത്. കണ്ണൂരിലെ EK നായനാർ സ്മാരക ഫുട്ബോൾ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസറായി ഫാരിസ് അബൂബക്കറെ കൊണ്ടുവന്നതും ഇ പി തന്നെ. ദേശാഭിമാനി പുറത്തിറക്കിയ സപ്ലിമെന്റിൽ VM രാധാകൃഷ്ണൻ എന്ന വിവാദ വ്യവസായിയുടെ പരസ്യം വന്നതും ചർച്ചയായി. വൈരുദ്ധ്യം നിറഞ്ഞ ന്യായീകരണങ്ങളും വിവാദം കൊഴുപ്പിച്ചു. ബന്ധുനിയമനാരോപണം മന്ത്രിപദവി നഷ്ടമാകുന്നതിനും ഇടയാക്കി. ഇ പി ജയരാജന്റെ കുടുംബത്തിന് മുഖ്യ ഓഹരി പങ്കാളിത്തമുള്ള മൊറാഴയിലെ വൈദേകം റിസോർട്ട് വിവാദങ്ങളിൽ നിറഞ്ഞു. സാമ്പത്തികാരോപണത്തിന് ഓഹരി പങ്കാളിത്തം ആയുധമായി. തുടർച്ചയായ നാക്കുപിഴ, വിവാദങ്ങൾ തുടർക്കഥയായി. ഒടുവിൽ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയതും പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച തെരഞ്ഞെടുപ്പ് ദിനത്തിൽ തുറന്നു പറഞ്ഞതും വിവാദങ്ങളുടെ ഒടുവിലത്തെ എപ്പിസോഡ്. 24 കണ്ണൂർ.